നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഡിഫോൾട്ട് കളറിലായിരിക്കും ഫേസ്ബുക്ക് നമുക്ക് കാണപ്പെടുന്നത്. ഫോണിൻ്റെ ഏത് കളറാണോ അല്ലെങ്കിൽ ഏത് തീമാണോ ആ തീമിലായിരിക്കും നമ്മളെ ഡിഫോൾട്ട് ഫേസ്ബുക്കും കാണപ്പെടുന്നത്. നമ്മൾ ഈ ഡാർക്ക് തീം മോഡ് എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരുപാട് പ്രയോജനം ഉള്ള ഒരു സെറ്റിങ്സാണ്. നമ്മളെ ഫോണിൽ ഒരുപാട് പ്രയോജനം ഉള്ള സെറ്റിങ്സാണ്. അതിൽ ഒന്നാമത്തെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ ബാറ്ററി ഡാർക്ക് തീം മോഡ് ഓൺ ചെയ്ത് വെച്ചാൽ ഒരിക്കലും തന്നെ തീരത്തില്ല. രണ്ടാമത്തെ പ്രയോജനം എന്ന് വെച്ചാൽ നമ്മളെ കണ്ണ് കൂടുതൽ ഫോണൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ഡാർക്ക് തീം മോഡ് ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ കണ്ണ് കൂടുതൽ സ്ട്രെയിൻ എടുക്കത്തില്ല. അങ്ങനത്തെ ഒരുപാട് വളരെയധികം പ്രയോജനമുള്ള ഒരു ഓപ്ഷനാണ് ഈ ഡാർക്ക് തീം മോഡ്. എന്നാൽ നമ്മളെ ഫോണിൽ ഇതുപോലെ ഡാർക്ക് തീം മോഡ് ഓൺ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഡാർക്ക് തീം മോഡ് ഞാൻ ഓൺ ചെയ്തിട്ടാണ്. ബാക്കി എല്ലാ ഇതും ഡാർക്കിലായിട്ടുണ്ട്. ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. യൂട്യൂബും ഡാർക്ക് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഫേസ്ബുക്ക് എടുത്ത് നോക്കാം. നമ്മളെ ഫേസ്ബുക്ക് മാത്രം ഡാർക്ക് തീമിൽ ആയിട്ടില്ല. നമ്മുടെ ഡാർക്ക് തീമുള്ള ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അതൊക്കെ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഡാർക്ക് തീമിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. എന്നാലേ ഈ ഡാർക്ക് തീം മോഡ് ഓൺ ചെയ്ത് വയ്ക്കുന്നതിനുള്ള പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഫേസ്ബുക്കിൻ്റെ തീം എങ്ങനെ മാറ്റാവുന്നതാണ്. അത് നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ തീം ഈ ഡാർക്ക് തീം മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഈ പറയുന്ന സെറ്റിങ്സ് വഴിയാണ് നിങ്ങൾ ഫേസ്ബുക്കിൽ ഡാർക്ക് തീം മോഡ് തീം സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സ് കയറി മാറ്റാതെ ഈ ഡാർക്ക് തീം ഓപ്ഷൻ ഓഫ് ചെയ്താലും ഫേസ്ബുക്കിൽ ഡാർക്ക് തീമിൽ തന്നെ ആയിരിക്കും. നമ്മൾ ഫേസ്ബുക്കിൽ അടുത്ത തീം മാറ്റുന്നത് വരെ. അപ്പോൾ എങ്ങനെയാണ് ആ ഫേസ്ബുക്കിൽ ഡാർക്ക് തീം മോഡ് സെറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ എടുത്ത ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മളെ ഡാർക്ക് തീം മോഡ് ഓൺ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മളെ ഫേസ്ബുക്കിൽ നമുക്ക് ഡാർക്ക് തീം മോഡിൽ നമ്മളെ യൂട്യൂബിലൊക്കെ സെറ്റ് ചെയ്യുന്നത് പോലെ അതിലും ആപ്പിൽ മാത്രം സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഫേസ്ബുക്കിലും അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. ഇതറിയാമെന്നുള്ളവർ ഒരുപാട് പേര് കാണുമായിരിക്കും. അറിഞ്ഞൂടാത്തവർക്കാണ് ഈ അറിവ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഈ പ്രൊഫൈലേക്ക് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലെ സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സെർച്ച് ബട്ടൺ വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഡാർക്ക് എന്ന് സെർച്ച് ചെയ്ത ഉടനെ അത് തന്നെ വന്നായിരിക്കും. DARK. ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നതായി ആദ്യം തന്നെ കാണാൻ സാധിക്കും. അതാണ് ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ. അത് ഡാർക്ക് തീം അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അത് ഓഫായിരിക്കും. നിങ്ങൾ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. കാരണം ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റം ഡിഫോൾട്ടിൽ തന്നെ ആയിരിക്കും. ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫേസ്ബുക്ക് ഫുള്ളും ഡാർക്ക് തീമിലോട്ട് മാറുന്നതാണ്. അത് നമ്മളെ
ഞാൻ ഡാർക്ക് തീം എന്ന് പറയുന്ന ഓപ്ഷൻ ഫോണിൽ ഓൺ ചെയ്തിട്ടിട്ടില്ല. എന്നാൽ പോലും നമ്മളെ ഫേസ്ബുക്ക് ഡാർക്ക് തീമിലോട്ട് മാറിക്കഴിഞ്ഞു. യൂട്യൂബിലൊക്കെ ഇതുള്ള ഓപ്ഷൻ തന്നെയാണ്. കാണിച്ചു തരാം. ജസ്റ്റ് എല്ലാം തന്നെ ഫേസ്ബുക്കിൽ എല്ലാം തന്നെ ഡാർക്ക് തീമിലോട്ട് മാറി. നമ്മളെ യൂട്യൂബിൽ ഒക്കെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതാണ്. അത് ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിനി നിങ്ങൾക്ക് ഒന്നേന്ന് റീലോഡ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നാൽ ഞാൻ യൂട്യൂബിൽ ഇതിങ്ങനെയാണ് യൂട്യൂബ് ആപ്പിൽ മാത്രം ഈ ഡാർക്ക് തീം മോഡ് ഓപ്ഷൻ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാം. അതിന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് ദിവസത്തിനകം അത് എങ്ങനെയാണെന്ന് കാണിക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് തീം മാറ്റുന്നതെന്ന്? ഇപ്പോൾ ഫേസ്ബുക്കിൽ മാത്രമേ മാറിയിട്ടുള്ളൂ, നമ്മളെ യൂട്യൂബിലൊന്നും മാറിയിട്ടില്ല. മൊത്തത്തിൽ നമ്മളെ ആപ്ലിക്കേഷൻസിലെ തീം ഒക്കെ മാറണമെങ്കിൽ ഡാർക്ക് തീം മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. എന്നാലും നമ്മളെ ഫേസ്ബുക്കിൽ അതേ തീം തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഓപ്ഷൻ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ തീമും ഡാർക്ക് ആവുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഫേസ്ബുക്ക് നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരില്ല. അങ്ങനത്തെ പല പ്രയോജനങ്ങളും ഈ മോഡിൽ ഫേസ്ബുക്കല്ല ഏത് ആപ്ലിക്കേഷൻ ഈ മോഡുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററി ചാർജ് ഒന്നും തന്നെ പെട്ടെന്ന് തിരികയില്ല. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിൽ ഫേസ്ബുക്കിൻ്റെ തീം തിരിച്ച് വീണ്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡാർക്ക് തീമിലാണ് അതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫയലേക്കൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സിൻ്റെ ചിഹ്നം മുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ ഡാർക്ക് എന്ന് മാത്രം സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡാർക്ക് മോഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെ സിസ്റ്റം ഡിഫോൾട്ടിലോട്ട് നിങ്ങളെ ഫേസ്ബുക്ക് മാറുന്നതാണ്. നമുക്ക് കാണാൻ സാധിക്കും. സിസ്റ്റം ഡിഫോൾട്ടിൽ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മളെ ഫേസ്ബുക്കിൽ ഡാർക്ക് തീം മോഡ് ഓൺ ചെയ്തിട്ടും ഫേസ്ബുക്കിൽ വരാതിരിക്കുന്ന ഫേസ്ബുക്കിൽ എങ്ങനെയാണ് നമുക്ക് തീം മാറ്റാൻ സാധിക്കുന്നതെന്ന്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഡാർക്ക് തീം മോഡ് ഓൺ ചെയ്ത് വെച്ചാലും നിങ്ങളെ ഫേസ്ബുക്കിലേക്ക് തീം മാറത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫേസ്ബുക്കിൽ മാത്രം നമ്മളെ യൂട്യൂബിലൊക്കെ തീം മാറുന്നത് പോലെ മാറും. നമുക്ക് ഇങ്ങനെ ഡാർക്ക് തീം മോഡ് ഓൺ ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഫേസ്ബുക്കിൽ നമ്മളെ മോഡ് മാറും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ദയവായി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൺ ചെയ്തതിന് ശേഷം അതിനാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ യൂട്യൂബിൽ ഡാർക്ക് തീം മോഡ് എങ്ങനെയാണ് ആക്കുന്നതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നുകൂടെ റീലോഡ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.